പൊതുവിപണിയിൽ വെളിച്ചെണ്ണ വിലക്കയറ്റം നിയന്ത്രിക്കാൻ കർശന നടപടികളുമായി സർക്കാർ. വെളിച്ചെണ്ണ വ്യവസായികളുമായി ചർച്ച നടത്തി അധിക ലാഭത്തിൽ കുറവ് വരുത്തി വില കുറയ്ക്കാമെന്ന് വ്യാപാരികൾ സമ്മതിച്ചെന്ന് മന്ത്രി ജി.ആർ. അനിൽ പറഞ്ഞു. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ഉമേഷ് കൂടിയുണ്ട്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഉമേഷ്, ഈ വെളിച്ചെണ്ണ വിലക്കയറ്റം ഇങ്ങനെ ജനങ്ങളെ വളരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ. അതെ, അതുതന്നെയാണ്. ഇന്നലെ വരെ ഈ വെളിച്ചെണ്ണ വില വർധനവ് വലിയ ഒരു പ്രശ്നമായി നാട്ടിൽ നിലനിൽക്കുകയായിരുന്നു. ഇന്നലെ വരെ എന്ന് പറയാൻ കാരണം ഇന്നലത്തോടെ അതിനൊരു പരിഹാരം ഉണ്ടായി എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം സർക്കാർ വലിയൊരു ഇടപെടലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. ഓണം വരാൻ പോവുകയാണ്. വെളിച്ചെണ്ണയുടെ വിലക്കയറ്റം വലിയ ബുദ്ധിമുട്ടിലാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം മലയാളികളെ സംബന്ധിച്ച് അവശ്യ വസ്തുവാണ് വെളിച്ചെണ്ണ, ഒഴിച്ചുകൂടാനാവാത്തതാണ്. അതുകൊണ്ട് ഇങ്ങനെ വില കുത്തനെ കയറുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരവസ്ഥയുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് അതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് രണ്ട് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ, മന്ത്രി ജി.ആർ. അനിൽ, മന്ത്രി പി. രാജീവ്, ഈ രണ്ട് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വെളിച്ചെണ്ണ വ്യവസായികളുമായി ഇന്നലെ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ചർച്ച നടത്തി. ഏതാണ്ട് 60ഓളം പേർ ഈ ചർച്ചയിൽ പങ്കെടുത്തു. ഇതിനുണ്ടാക്കിയൊരു ധാരണ എന്ന് പറയുന്നത് ഈ സപ്ലൈകോ വഴി ഈ കുറഞ്ഞ വിലയിൽ വെളിച്ചെണ്ണ വിൽക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് വ്യവസായികളുമായി ചർച്ച നടത്തി അവർ സർക്കാർ നിർദ്ദേശം അംഗീകരിക്കുകയായിരുന്നു. ആ നിർദ്ദേശം എന്ന് പറയുന്നത് കുറഞ്ഞ നിരക്കിൽ ടെൻഡറിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അതായത് കുറഞ്ഞ വിലയ്ക്ക് ഈ വ്യവസായികളിൽ നിന്നും വെളിച്ചെണ്ണ വാങ്ങി സപ്ലൈക്കോയിലൂടെ ആ വില കുറച്ച് വിൽക്കുക എന്നുള്ളതാണ് സർക്കാർ തീരുമാനിച്ചത്. സ്വാഭാവികമായും അപ്പോൾ വ്യവസായികൾക്ക് നഷ്ടമുണ്ടാകും. ആ തുക സർക്കാർ 15 ദിവസത്തിനകം അവർക്ക് നൽകാം എന്നുള്ളതാണ് ഇന്നലെ നടത്തിയ ചർച്ചയിൽ ധാരണയായത്. അത് വ്യവസായികളും അംഗീകരിച്ചു. അങ്ങനെയാണ് ഈ ഓണക്കാലത്ത് കുറഞ്ഞ വിലയ്ക്ക് വെളിച്ചെണ്ണ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ അവസരം ഒരുങ്ങിയിരിക്കുന്നത്. ഇത് വലിയൊരു ഇടപെടലാണ്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വെളിച്ചെണ്ണയുടെ ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടാനുള്ള നടപടികൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഇന്നലെ മന്ത്രിമാർ അറിയിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഏതാണ്ട് 13 കമ്പനികൾക്ക് നന്മ എന്ന് പറയുന്ന കേരള ബ്രാൻഡ് തന്നെ നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് വ്യവസായ മന്ത്രിയായ പി. രാജീവ് തന്നെ പറഞ്ഞത്. ആ തരത്തിൽ കേരളത്തിൽ ഉൽപ്പാദനം കൂട്ടുക, ഒപ്പം ഇങ്ങനെ കുറഞ്ഞ നിരക്കിൽ ടെൻഡറിൽ പങ്കെടുപ്പിച്ച് കുറഞ്ഞ വിലയ്ക്ക് വെളിച്ചെണ്ണ വിപണിയിൽ എത്തിക്കുക. അങ്ങനെ സപ്ലൈകോ വഴി കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുമ്പോൾ സ്വാഭാവികമായും പൊതുവിപണിയിൽ വില കുറയും എന്നുള്ളത് തന്നെയാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത്. ആ തരത്തിൽ വലിയൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. ഇത് വ്യവസായികൾക്കും കർഷകർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഗുണകരമാകുന്ന നിർദ്ദേശങ്ങൾ ആണ് പൊതുവിൽ ഈ ചർച്ചയിൽ ഉയർന്നിട്ടുള്ളത്. വെളിച്ചെണ്ണ വില ലിറ്ററിന് 400 രൂപയോളം ആവുന്ന സാഹചര്യമൊക്കെയാണ് ഉണ്ടായത്. എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള അവസ്ഥ ഉണ്ടായപ്പോൾ ആ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നലെ വ്യവസായികൾ വിളിച്ചുകൂട്ടി ഒരു ചർച്ച നടത്തിയിട്ടുള്ളത്. ഇനി പൊതുമേഖലയിലുള്ള KRFED അടക്കമുള്ള പൊതുമേഖലയിലുള്ള ഈ സ്ഥാപനങ്ങളുമായി ഈ ചർച്ച തുടരും എന്നുള്ളതാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയും വില കുറയാനുള്ള സാഹചര്യമാണ്. വില വർധനവ് അത് വിപണിയിൽ അത് വാങ്ങുന്ന ജനങ്ങളെയൊക്കെ വളരെ വലിയ രീതിയിൽ അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെയും കൃത്യമായ ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇവിടെ അധിക ലാഭത്തിൽ കുറവ് വരുത്തി വില കുറയ്ക്കാമെന്നടക്കം വ്യാപാരികൾ ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ്.